നമസ്കാരം, എൻ്റെ പേര് ജിഷ അനൂപ്, ജോൻജോ അക്കാഡമിയിൽ നിന്ന്. ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫീറ്റൽ ഡെത്ത് ഇൻ യൂട്രോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് കൂടെ ഓൺ ചെയ്ത് വെക്കുക. അതായത് പുതിയ പുതിയ ടോപ്പിക്ക് വരുമ്പം നമുക്കതറിയാൻ പറ്റും. ഓക്കെ, ഈ ഫീറ്റൽ ഡെത്ത് ഇൻ യൂട്രോ എന്ന് വെച്ചാൽ എന്താണ്? ആ വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഡെത്ത് ഓഫ് ദ ഫീറ്റസ് അല്ലേ? ആഫ്റ്റർ 20th വീക്സ് ഓഫ് ജസ്റ്റേഷൻ ആൻഡ് ബിഫോർ ബർത്ത്. ബിഫോർ 20th വീക്ക് ഓഫ് ജസ്റ്റേഷൻ എല്ലാം നമ്മൾ അബോർഷനായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ 20th വീക്കും ബിഫോർ ദ ഡെലിവറിയുമാണ് നമ്മൾ ഫീറ്റൽ ഡെത്ത് ഇൻ യൂട്രോ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, കുഞ്ഞ് അകത്ത് ഒരു 3 to 4 വീക്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മരിച്ചു കിടന്നു കഴിഞ്ഞാൽ DIC ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, DIC നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഫീറ്റൽ ഡെത്ത് ഇൻ യൂട്രോ സംഭവിച്ചു എന്ന് നമ്മൾ അറിയുന്നത്? ഫസ്റ്റ് വൺ എല്ലാവർക്കും അറിയാം, ആബ്സെൻസ് ഓഫ് ഫീറ്റൽ മൂവ്മെൻറ്റ്, ആബ്സെൻസ് ഓഫ് ഫീറ്റൽ ഹാർട്ട് സൗണ്ട്സ്, ആബ്സെൻസ് ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി, മെറ്റേണൽ വെയ്റ്റ് ലോസ്, പിന്നെ ഫീറ്റൽ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല, ഗ്രോത്ത് ഇല്ല, ഡിക്രീസ്ഡ് ഫണ്ടൽ ഹൈറ്റ് ആണ്. പിന്നെ കൂടുതൽ എവിഡൻസ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്കിതൊരു കൺഫേംഡ് എവിഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇൻ്റർവെൻഷൻസ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് പ്രത്യേകിച്ച് നമ്മൾക്ക് ഓൾറെഡി ഡെത്തായി, ഫീറ്റൽ ഡെത്ത് ഇൻ യൂട്രോ ആയി അല്ലേ? അപ്പം ഇനി നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പ്രിപ്പയർ ഫോർ ദ ഡെലിവറി അല്ലെങ്കിൽ പ്രിപ്പയർ ഫോർ ദ ബർത്ത് ഓഫ് ദ fetus. Support the client decision about labor birth and the postpartum period. ഓക്കെ, എല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഒരു 20th വീക്ക് ഓഫ് ജസ്റ്റേഷനിലൊക്കെ ആയി കഴിയുമ്പോഴത്തേന് എല്ലാവരും ഒത്തിരി എക്സ്പെക്റ്റേഷൻസിലാണ് അല്ലേ? പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സഡൻ ഒരു ഷോക്ക് പോലെ ഉണ്ടാവാം, അല്ലെങ്കിൽ സഡൻ പോസ്റ്റ്പാർട്ടത്തിലുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ക്ലയൻറ്റിനും ഫാമിലിക്കും കൊടുക്കണം. ഓക്കെ, പിന്നെ അവരുടെ അക്സെപ്റ്റ് ദ ബിഹേവിയേഴ്സ്. നിങ്ങൾക്കറിയാം എങ്ങനെയായിരിക്കും ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതെന്ന്. ചിലർ ഭയങ്കര ആങ്കർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹോസ്റ്റിലിറ്റി ഫ്രം ദ പേരൻസ്. ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അതെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. ഇതൊക്കെ എക്സ്പെക്റ്റഡ് ബിഹേവിയേഴ്സ് ആണ് നമ്മൾ പേരൻസിൽ നിന്ന്. പിന്നെ അപ്രോപ്രിയേറ്റ് സപ്പോർട്ട് ഗ്രൂപ്പിലോട്ട് നമ്മൾ ഈ പേരൻസിനെ റെഫർ ചെയ്യുകയും കൂടെ വേണം, ഇങ്ങനെ വരുന്നൊരു അവസ്ഥയിൽ അല്ലേ? പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൾച്ചറൽ, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസസ് ആൻഡ് ബിലീഫ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ വെൻ കെയറിംഗ് ഫോർ ദ പേരൻസ് ഓഫ് ദ ഫീറ്റസ് ഹു ഹാസ് ഡൈഡ്. അപ്പോൾ ബി അവെയർ ഓഫ് ദ കൾച്ചറൽ, സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് ബിലീഫ്സ് ഓഫ് ദ ക്ലൈൻറ്റ്. ഇപ്പം നിങ്ങൾ NCLEX പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനിയുള്ള ക്ലാസ്സിൽ മുമ്പോട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും റിലീജിയസ് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ബിലീഫ്സ് എന്താണ്, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യും. അപ്പം നമ്മൾ അവെയർ ആയിരിക്കണം, നമ്മുടെ ക്ലയൻറ്റിൻ്റെ ബിലീഫ്സ് എന്താണ്, അല്ലെങ്കിൽ റിലീജിയൻ എന്താണ്, അവരുടെ കൾച്ചർ എന്താണ്, അവരുടെ സ്പിരിച്വൽ ആക്ടിവിറ്റി എന്താണ് അല്ലേ? ഇങ്ങനൊരു കുഞ്ഞിനെ റിസീവ് ചെയ്യുമ്പോൾ ചിലവർ നിങ്ങൾക്കറിയാം, ചിലവർ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്, ചിലവർ പള്ളിയിൽ കൊണ്ടുപോയി അടക്കാറുണ്ട്. അങ്ങനെ പല പല കൾച്ചറൽ ബിലീവ്സ് ഉണ്ട് അല്ലേ? നമ്മൾ നാട്ടിൽ കാണാറുണ്ട് ഇതൊക്കെ. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവെയർ ആയിരിക്കണം. ഇത്രയുമാണ് ഫീറ്റൽ ഡെത്ത് ഇൻ യൂട്രോ എന്ന് പറയുന്നത്. ഇത് മെയിൻലി നമുക്ക് സൈൻസ് ആൻഡ് സിംറ്റംസോ അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻസോ ഒന്നും വെച്ചായിരിക്കത്തില്ല നമുക്ക് കോംപ്ലിക്കേഷൻ, നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്നിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ്? DIC, ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ. അതാണ് ഇതിൻ്റെ മെയിൻ കോംപ്ലിക്കേഷനായിട്ട്. അതായത് 3 to 4 വീക്സ് ഓർ ലോങ്ങർ. പല പല കാരണം കൊണ്ട് അമ്മമാരിത് അറിയാതെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം പോളിഹൈഡ്രാമിനസ് ഉള്ള ഒരു അമ്മയാണെങ്കിൽ കാണാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് അല്ലേ? അറിയാനുള്ള കാരണം വാട്ടർ കണ്ടൻ്റ് ആണ് കൂടുതൽ. അപ്പോൾ ബേബി മൂവ്മെൻറ്റ് ഇല്ലെങ്കിലും ചിലപ്പോൾ അവർ അറിയണം എന്നില്ല. പിന്നെ നമ്മൾ എപ്പോഴും അൾട്രാസൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമല്ല
നമുക്കിതിൻ്റെ ഹാർട്ട് റേറ്റ് ഉണ്ടോ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഉണ്ടോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവരിൽ എന്ത് കാര്യത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, ഇവരുടെ നീഡ് അല്ലേ. നമ്മൾ നീഡ് മെയിൻലി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ DIC ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ ചെയ്യുക. അത് DIC പഠിപ്പിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ DIC ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ചെറിയ ടോപ്പിക്ക് ഇന്നത്തേത്. അപ്പം ഫീറ്റൽ ഡെത്ത് ഇൻ യൂട്രസ്. ഓക്കെ, അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 3-4 ദിവസമായിട്ട് ക്ലാസ്സസ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ടോപ്പിക്ക് ഇടുന്നില്ലായിരുന്നു. അത് ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ്, സോറി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം പറ്റുന്നത്ര ആൾക്കാർ ഇതൊന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.